ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2 മാസത്തോളായിട്ടുണ്ട് നമ്മൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. മടി വേറൊന്നുമല്ല. അപ്പം ഇപ്പം ഞാൻ വന്നിട്ടുള്ള എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കിന്നിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ്. അപ്പം ഈയിടെയായിട്ട് സ്കിന്നൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഗ്ലോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ച് അധികം തന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കുറച്ചും കൂടി ക്യൂറാക്കി എടുക്കാനുണ്ട് സ്കിന്ന്. ഇവിടെ നമ്മുടെ മാർക്സ് ഒന്നും പോയിട്ടില്ല. അപ്പോൾ പിമ്പിൾസിൻ്റെ മാർക്സ് കുറച്ചുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നമുക്ക് എന്തായാലും വീഡിയോസൊക്കെ ചെയ്തിട്ട് നമുക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഫേസ് ഫുള്ളായിട്ടൊന്ന് ഷേവ് ചെയ്തെടുക്കാം. ഫേഷ്യൽ റൈസർ കൊണ്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് കടക്കാം. ഓക്കെ, അപ്പം ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു ക്ലോത്ത് നമുക്ക് കയ്യിൽ വേണം. അപ്പോൾ നമുക്ക് ഫേസ് ഒന്ന് നന്നായിട്ട് ഫേഷ്യൽ ഇറേസർ ചെയ്ത് എടുക്കാം. ഓക്കെ, നമ്മൾ ഫേസ് ഇറേസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ജെല്ലെടുത്തിട്ട് നമുക്ക് ഫേസിലൊന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓവർ വേണമെന്നില്ല. അപ്പോൾ നമുക്ക് അതൊന്നെടുത്തിട്ട് അപ്ലൈ ചെയ്യാം. ആദ്യം ഞാൻ അലോവേറ ജെല്ലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കും അലോവേറ ജെൽ എടുക്കാവുന്നതാണ്. പിന്നെ ഇപ്പോൾ ഷേവിങ് ബാമൊക്കെ അവൈലബിൾ ആണല്ലോ, അപ്പം അതായാലും നല്ലതാണ്, ഏതായാലും നല്ലതാണ്. അപ്പോൾ ഞാൻ ഫേസിലൊന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവട്ടെ. ഡ്രൈ ആവില്ല എന്നാലും. ഇനി നമുക്ക് റേസർ ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് ഞാൻ നെറ്റിയിൽ നിന്നാണ് കേട്ടോ തുടങ്ങുന്നത്. അതാ നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. കാണുന്നില്ലേ, നന്നായിട്ട് ഹെയർ വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ട് ഒരു മാസത്തിൽ കൂടുതലായിട്ടില്ല, 1 മാസം ആയിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ തന്നെ വളർന്നിട്ടുണ്ട്. കണ്ട്, ഈ ഒരു സൈഡിൽ നിന്നൊക്കെ വരുന്നത് ഒരുപാട് വരുന്നുണ്ട്. ഫേഷ്യൽ റൈസർ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. കാരണം നമുക്ക് പെട്ടെന്ന് മുറിയൊന്നുമില്ല. പിന്നെ ഇവിടെ ഒന്നും അധികം ഇല്ല, അതുകൊണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നുള്ളൂ. കണ്ടോ, ഈ വരുന്നതൊക്കെ ഹെയറാണ്. ഇവിടെയൊക്കെ നന്നായിട്ടുണ്ട്. നമുക്ക് ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഐബ്രോസ് അങ്ങനെ ഷേപ്പ് ചെയ്യാൻ മാത്രം ഇല്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ എടുക്കുന്നത് കൊണ്ട് അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഈ വാക്സ് ചെയ്യുന്നതും പിന്നെ നമ്മൾ ഇങ്ങനെ ഓരോ ഇത് നമ്മൾ തേച്ചിട്ട് ഇങ്ങനെ ഒരതി കളയുന്ന, സ്ക്രബ് ചെയ്ത് കളയുന്നതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര പെയിൻഫുള്ളായിരിക്കും. പക്ഷെ നമുക്കിങ്ങനെ റേസർ കൊണ്ട് റേസ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമ്മൾ അറിയേ ഇല്ല അങ്ങനത്തെ ഒരു ഇത് നമ്മൾ ചെയ്യുന്നുണ്ടെന്ന്. കാരണം യാതൊരു പെയിനും കാര്യങ്ങളും
ഒരു ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും സേഫായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടത്. അപ്പോൾ ഞാൻ മാസത്തിൽ 2 തവണ ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ഫേസ് നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കും. പിന്നെ ഐബ്രോസ് ഒന്നും അങ്ങനെ ഇതായി വരില്ല. അപ്പം നമുക്ക് നല്ലതാണ്, എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്കൊരു സ്ക്രബ് യൂസ് ചെയ്യണം. കാരണം വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കളയണം. ഓക്കെ, ഫേസ് വാഷ് ഇട്ടിട്ട് നന്നായിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നതാണ്. ഇനി നമുക്കൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാം കേട്ടോ. കാരണം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഒന്ന് പമ്പ കടത്തി വിടാം നമുക്ക്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പപ്പായൻ്റെ സ്ക്രബ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ലിവിയ നല്ലൊരു സ്ക്രബ്ബറാണ്, അത്ര എനിക്ക് പറയാനുള്ളൂ. മൂക്കിലാണ് സംഭവം ഉള്ളത്. പിടിക്കണ്ട, നമ്മളെല്ലാം വൃത്തിയാക്കും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാക്ക് ഇടാം കേട്ടോ. പാക്ക് സീക്രട്ടാണ്, അങ്ങനെയൊന്നുമല്ല. പാക്ക് ഞാൻ ഇപ്പം ഇടുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഉണ്ടാക്കുന്ന വിധം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഉണ്ടാക്കുന്നത് ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല, കാരണം ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ്, അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഒരുവിധം സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഒരു 1 to 2 മിനിറ്റ് ഒക്കെ ചെയ്താൽ മതി, അത്രയൊക്കെ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് നന്നായിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ ഓക്കെ, ഞാൻ സോറി, ഇതൊന്ന് തുടച്ചെടുക്കട്ടെ. പാക്ക് ഉണ്ടാക്കുന്ന വിധം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല, കാരണം ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ടേ ഞാൻ ചെയ്യുള്ളൂ. കാരണം ഇത് ഞാൻ നമ്മളെ ചെയ്തിട്ട് ഇത് വച്ചിരിക്കുകയായിരുന്നു. നല്ലൊരു സംഭവമാട്ടോ ഇത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് പോലും വിചാരിച്ചതല്ല. പിന്നെ എനിക്ക് തന്നെ സഹിക്കുന്നില്ല. സ്കിന്ന് ബ്രൈറ്റ് ആവാനും നമ്മുടെ ടാന് പോകാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു മാസ്കാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ ഫേഷ്യൽ റൈസർ ചെയ്തിട്ട് തന്നെ നമ്മളത് അപ്ലൈ ചെയ്യണം, എന്നാലും നമുക്ക് ശരിക്കായിട്ടുള്ള അതിൻ്റെ റിസൾട്ട് അറിയുള്ളൂ കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുന്നത് എന്താ വെറും മഞ്ഞൾ വെള്ളമെന്ന്, പക്ഷെ അങ്ങനെയല്ല. നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു പാക്കാണ്. ഓക്കെ, അപ്പോൾ ഈ പാക്ക് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്കിതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ 3 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂണ് മഞ്ഞൾ, 1 ടീസ്പൂൺ ഹണി, നല്ല തേൻ നോക്കിയെടുക്കണം. പിന്നെ നമ്മൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, അറിയില്ലായിരിക്കും പൊതുവെ എല്ലാവർക്കും. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ആ ഒരു സംഭവം നമ്മുടെ മാർക്കറ്റിൽ നിന്ന് അധികം പോവാത്തത്. ഇത് നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യരുത്, എന്തായാലും ഇതിൽ നിങ്ങൾ ആഡ് ചെയ്യണം. നമ്മുടെ അവകാഡോ ഇല്ലേ, അവകാഡോ ഒരു നന്നായിട്ട് മാഷ് ചെയ്തെടുത്തത് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂണ് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം കേട്ടോ. അവകാഡോ, ഹണി, മഞ്ഞൾ, ഈ മൂന്ന് സംഭവങ്ങൾ മതി. പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ മാത്രം വെള്ളം ചേർക്കുക. ഓക്കെ, ഒരു 2 മിനിറ്റ് ഞാനൊന്ന് മസാജ് ചെയ്തിട്ട് അങ്ങനെ വിടാണ് കേട്ടോ. ഒരു അരമണിക്കൂർ നമുക്ക് ഫേസിൽ അങ്ങനെ വിടാം കേട്ടോ. അതിൽ കൂടുതൽ വെക്കാൻ പറ്റുന്നവർ വെച്ചോ. പിന്നെ മഞ്ഞളിൻ്റെ ആ ഒരു ഇത് നമുക്ക് ഫേസിൽ അങ്ങനെ പിടിക്കും. അപ്പോൾ നന്നായിട്ട് ഫേസ് വാഷ് ഇട്ടിട്ട് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. കണ്ണിൻ്റെ അടിയത്തെ കറുപ്പും എല്ലാം പോകും. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പം തന്നെ കേട്ടോ.
ഓക്കെ, ഇത്ര മതി. അപ്പം ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെ റിസൾട്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് ബാക്കി കാണാം. ഓക്കെ ഗൈസ്, ഇപ്പം ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ പാക്ക് 1 മണിക്കാണ് ഞാൻ അപ്ലൈ ചെയ്തത് കേട്ടോ. ഇപ്പോൾ സമയം 1:25 ആയിട്ടുണ്ട്. കറക്റ്റ് ഞാൻ ടൈം പറയാൻ കാരണം ഒരു അരമണിക്കൂറെങ്കിലും വെച്ചാൽ നിങ്ങൾക്ക് അറിയണ്ടേ. ഒരു അരമണിക്കൂറെങ്കിലും വെക്കണടി, എന്നാലേ നമുക്ക് അതിൻ്റെതായ ഒരു റിസൾട്ടൊക്കെ കിട്ടുള്ളൂ. നല്ല ഗ്ലോ ഒക്കെ വന്നില്ലേ, അതാണ് സംഭവം. അപ്പോൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. അത്രയ്ക്ക് ഞാൻ ഗ്യാരണ്ടി 100% ഗ്യാരണ്ടി പറയണം. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ ഇത്. അപ്പം ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം എന്നല്ല, നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്യാം, യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ഈ മഞ്ഞളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ കുരു പൊന്ത് അങ്ങനത്തെ ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ആയിട്ട് ചെയ്താൽ മതി. അല്ലാത്തവർ ഡെയിലി ചെയ്തോ, യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. യാതൊരു പ്രശ്നം ഉണ്ടാവില്ല, ഞാൻ അങ്ങനെ ഉറപ്പ് പറയുന്നത് കേട്ടോ, കാരണം എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അപ്പം അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത പാക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും അപ്ലൈ ചെയ്യാൻ നോക്കുക. ദിവസം ഡെയിലി ചെയ്യുക. 1 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും. ഇപ്പം ഞാൻ എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട്. ബ്രൈറ്റൻ മാത്രമല്ല, നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ പാടുകളും കാര്യങ്ങളൊക്കെ മങ്ങിപ്പോകും, അത് ഉറപ്പാണ്. കാരണം ഇതൊന്നും അല്ല ഇതിൻ്റെ ഫേസിൽ ഉണ്ടായിരുന്നത്. നന്നായിട്ട് പിമ്പിൾസ് വന്നിട്ട് ഫുള്ളായിട്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു ഫേസ്. അപ്പം ഈ ഒരു സംഭവം ഡെയിലി ചെയ്തുകൊണ്ടാണ് ഫേസ് ഇത്രയെങ്കിലും മെച്ചം വന്നത്. ഓക്കെ, അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ അത്ര തന്നെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ, പുതിയൊരു വീഡിയോ വരുന്നതിലേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, ബൈ.